ഞാൻ ജോലിക്ക് പോയിട്ട് വന്ന സമയത്ത് ഇവിടെ ഫുൾ മിറ്റം നിറച്ച ആളായിരുന്നു. തൊഴിലുറപ്പും കഴിഞ്ഞ് വന്നപ്പോൾ ഫുൾ ആളായിരുന്നു, പോലീസ് സഹിതം ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോയിട്ട് വന്നപ്പോൾ കാരണം ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാനാണ് വന്നത്. തള്ളയുണ്ട്, തന്തയുണ്ട്, കുഞ്ഞുങ്ങൾ ഒരെണ്ണം ഉറങ്ങിയായിരുന്നു, ഒരെണ്ണം അവിടെ തള്ളയുടെ അടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഇവിടെ ജനക്കൂട്ടം കണ്ടുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ ഇവിടെ എന്താണ് കാര്യം എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുപോകാൻ വന്നെന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുമായിരുന്നു. അപ്പോഴവർ കൊണ്ടുപോകാൻ നേരത്ത് തള്ളയും തന്തയും കൂടെ പോയി, എൻ്റെ കളഞ്ഞും കൂടെ പോയി. ജോലിയും കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ജനം കൂടിയിരിക്കുന്നത് കണ്ടുകൊണ്ട് ഓടിക്കയറി ഇവിടെ വന്ന് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇന്നുപോലെ കുട്ടികളെ കൊണ്ടുപോകാനാണ് വന്നതെന്നാണ് പറഞ്ഞത്. കാരണമെന്ന് ചോദിച്ചിട്ട് ഇവർ വ്യക്തമായിട്ട് നമ്മളെയും കൂടെ വരട്ടും പോലുള്ള സംഭാഷണങ്ങളായിരുന്നു. പോലീസ് സഹിതം പോലീസ് ഉണ്ടായിരുന്നു. എനിക്ക് ആളുകളൊന്നും അത്ര വ്യക്തമല്ല, എങ്കിൽ തന്നെ എനിക്കൊന്നും പറയാൻ നോക്കില്ല. തള്ളയുടെ തന്തയുടെ ആവശ്യപ്പെട്ടു കുഞ്ഞുങ്ങളെ രണ്ടെണ്ണത്തിൽ കൊണ്ടുപോവുകയില്ല. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന്, ഇവർ മൂന്നുപേരോട് ചേർന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് കുട്ടികളെ രണ്ടെണ്ണത്തിന് അവർ കൊണ്ടുപോകാൻ നേരത്തെ അതിന് പോകുന്നതിന് മുമ്പേ ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ മെമ്പറെ വിളിച്ച് അവിടെ നിന്നെന്തോ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങൾ കുട്ടികളെ ഞുട്ടുകയാണ് മെമ്പറെ കേൾക്കാൻ. അതിന് മെമ്പറെ കേൾക്കാൻ അത് പറഞ്ഞപ്പോൾ ഇവർ നേരെ സ്റ്റേഷനിൽ പോയി എന്ന് പറഞ്ഞ് എൻ്റെ ഭാര്യ അവരിഷ്ടം പോലെ ചീത്ത വിളിച്ചെന്നാണ് പറഞ്ഞത് ഇവിടെ വെച്ചു. എന്നിട്ട് രണ്ടാമത്തെ പ്രാവശ്യം കുട്ടികളെ അന്വേഷിച്ച് അവിടെ പോയ പറയുന്നു ഇവരിവിടെ മൊത്തവും നടന്നു പിരിവെടുത്താണ് എൻ്റെ ഈ കുടുംബത്തിൽ ചെലവിന് തരണം. ഇത് ഞങ്ങൾ അറിഞ്ഞല്ല. അവിടെ പോയി വെൽഫെയറിൽ പോയപ്പോഴും എന്നോട് പറഞ്ഞ കാര്യമാണ്. അവരുടെ തൊട്ടുന്ന ആരെങ്കിലും അറിയിപ്പിക്കാതെ അവർ അങ്ങനെ കുട്ടികളെയും കൊണ്ട് അമ്മുമ്മയും അച്ഛനും അമ്മയും കൂടെ ചേർന്ന് കുട്ടികളെയും കൊണ്ട് പോലീസ് കൊണ്ടുപോയിട്ട് കുട്ടികളെ കൊണ്ടങ്ങ് പോയി. കൂടെ മെമ്പർ പോയെന്ന് തോന്നി. ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പോയി കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഒരു ഓട്ടോ വിളിച്ചാണ് ഇവർ മൂന്നൂറ് കൂടെ കൊന്നത്. എന്നപ്പോൾ പിള്ളേരെ കൊണ്ടുപോയി. ഞാൻ ചോദിച്ചോ പറഞ്ഞു പിള്ളേരെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് പൈസ ഒന്നും ഇല്ലായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞ് പൈസ ഉണ്ടായപ്പോൾ ഞങ്ങൾ മൂന്നുപേര് പോയി. ഞങ്ങൾ 4 പേരും കൂടെ പോയി. അവിടെ പോയി ചോദിച്ചപ്പോൾ ഇന്ന വിവരങ്ങളാണ് എന്ന് പറഞ്ഞ് അവർ വിട്ടത്. രണ്ടാം പ്രാവശ്യം പോയപ്പോഴാണ് ഇത്തരം വിശേഷങ്ങൾ ഇവർ ചീത്ത വിളിച്ചെന്നും അവരിവിടെ അത്രയും പിരിവെടുത്താണ് എൻ്റെ വീട്ടിൽ ചിലവ് തന്നെന്നും എല്ലാം പറഞ്ഞത്. അത് നിൽക്കട്ടെ, പിരിവെടുത്തേക്ക് നിൽക്കട്ടെ. എങ്ങനെയാ കൊച്ചുങ്ങളെ കൊണ്ടുപോയേ? കൊച്ചുങ്ങളിവിടെ തന്തേരം മടിയെന്ന് പറഞ്ഞായിരുന്നു ഒരാൾ. ഞാൻ 5 മണിക്കാണ് പണി കഴിഞ്ഞ് വന്നത്. നിങ്ങൾക്ക് കുട്ടികളെ നോക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് അവർ കൊണ്ടുപോയത് അല്ലേ? അങ്ങനെ പറഞ്ഞായിരുന്നു കൊണ്ടുപോയത്. നമ്മളെ കൊണ്ടുപോയി പറഞ്ഞ കൊച്ചുകളെ അങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയി. അവരോട് ഇല്ലായിരുന്നല്ലോ, നമ്മളെ കൊച്ചുകളെ കൊണ്ടുപോയെന്ന് പറഞ്ഞു. എന്നിട്ട് എന്താ നടന്നത്? എന്നിട്ട് ഈ ആൾക്കൂട്ടം കണ്ടോണ്ട് ഞാൻ തന്നെ അന്തിച്ചു എന്താണ് കാര്യം. എനിക്ക് തൊഴിലുറപ്പ് പണിയും കഴിഞ്ഞാണ് പോകുന്നത്. 5 മണി കഴിഞ്ഞ് അവിടെ വന്നത്. അപ്പോഴാണ് ഈ മുറ്റം നിറത്ത് ആളുകളും പോലീസ് ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. ഇവിടെ ഈ ആശുപത്രിയിൽ നിങ്ങളെ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെ കുഞ്ഞുങ്ങളെ പൂർ ഹോമിൽ കൊണ്ടുപോയി ചിൽഡ്രൻസ് ഹോമിൽ കൊണ്ടുപോയി. പൂജപ്പുര. അതിനുശേഷം ഞങ്ങൾ 3 എത്ര കുട്ടികളെ കൊണ്ടുപോയി? 2 എണ്ണത്തിന് 2 പേരെ കൊണ്ടുപോയി. ഒരു ശിവകുമാർ, മൂത്തയാൾ ശിവകുമാർ, ഇളയാൾ മണികണ്ഠൻ. അപ്പൊ അവരെ നിങ്ങൾക്ക് തിരികെ കിട്ടണം, അതാണ് ആവശ്യം. എന്താണ് ആവശ്യം എന്ന് പറഞ്ഞേ? എന്താണ് ആവശ്യം? കുട്ടികളെ നമുക്ക് തിരിച്ച് കിട്ടണം. അത് ഈ ഏപ്രിൽ മാസം തന്നെ ഞങ്ങൾ പോകുന്നുണ്ട്. 30-ാം തീയതി ഞങ്ങൾ ഇവിടെ നിന്ന് പോകും. എന്നിട്ട് പിറ്റേന്ന് ഞാൻ പണിക്ക് പോയി. പിന്നെ 2 ദിവസം കൂടെ പിന്നെ ഞാൻ പണിക്ക് പോയുള്ളൂ. പിന്നെ എപ്പോഴും ഇതിനങ്ങനെ മനസ്സിൽ തലടിക്കൊണ്ടേയിരുന്നു. ആരും ഒന്നും വേണ്ടിയില്ല. കുഞ്ഞുങ്ങളെ കൊണ്ടുപോയതിൻ്റെ ഒരു വിഷമമുണ്ട്. കാരണം ഏത് സമയത്തും എന്നെ കണ്ടാൽ വൈകിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചാൽ കിടക്കും പിള്ളേർ. ഇപ്പൊ കുട്ടികളെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്? ഇവിടെ വീടുണ്ടെങ്കിൽ ഈ വീട് ചോദിച്ചാൽ എനിക്ക് തരും. ഇല്ലെങ്കിൽ നേരെ അമ്മയുടെ വീട്, അവിടെ വീടുണ്ട്. കുട്ടികളുടെ അമ്മയുടെ വീട് അവരുടെ കുടുംബ സ്ഥലത്ത് അവിടെ വീടുണ്ട്. അവിടെ കൊണ്ടുപോയി. അവിടെ ആയിരുന്നു സ്കൂൾ അറേഞ്ച് ചെയ്ത് സ്കൂളിലാക്കി അടുത്തടുത്ത് തന്നെയാണ്. ആണല്ലോ, വീടിനടുത്ത് തന്നെയാണ്. 50 ഏക്കർ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ വീടുണ്ടോ? വീടുണ്ട്. അവിടെ ബന്ധുക്കളുണ്ട്, എല്ലാവരും അടുത്തുണ്ട്. അമ്മയുണ്ട്, അച്ഛനുണ്ട്, വല്യമ്മയുണ്ട്, അമ്മുമ്മയുണ്ട്. അപ്പോ എല്ലാവരും ഉണ്ട്. ഇതിന്റെ ആവശ്യം മക്കളെ കിട്ടണം. പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ നിൽക്കുന്നത്
നമ്മുടെ ബാബു എന്ന് പറഞ്ഞ ഒരു ചേട്ടൻ്റെ വീട്ടിലാണ്. ഇത് പാങ്ങോട് പഞ്ചായത്തിലാണ്, തിരുവനന്തപുരം ജില്ലയിൽ പാങ്ങോട് പഞ്ചായത്ത്. അപ്പോൾ ഇവിടെ അവരുടെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഈ ബാബു എന്ന ഈ ചേട്ടൻ്റെ മകൻ്റെ മക്കളെ, അത് സാഹചര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നമുക്കറിയില്ല. അവരിപ്പോൾ ഇവിടുത്തെ മെമ്പറും ആരൊക്കെ കൂടെയൊക്കെ ബന്ധപ്പെട്ടിട്ട് പൂർ ഹോമിൽ ചിൽഡ്രൻസ് ഹോമിലാക്കിയിരിക്കുകയാണ്. അവർക്ക് ആ കുഞ്ഞുങ്ങളെ തിരികെ വേണം എന്നുള്ളൊരു വലിയ സങ്കടത്തിലിരിക്കുകയാണ്. തിരികെ കിട്ടാൻ വേണ്ടി ഇത് കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് നമ്മൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. അതുപോലെ കുഞ്ഞുങ്ങളെ തിരികെ ആവശ്യപ്പെടുന്ന ഒരു ആ രക്ഷകർത്താക്കളുടെ ഒരു മനസ്സിലാഗ്രഹമാണ് കുഞ്ഞുങ്ങളെ തിരികെ കിട്ടണമെന്നുള്ളത്. അപ്പം അതും കൂടി അങ്ങനെ അവരെ അതിനുള്ളൊരു സഹായം ഇവർക്ക് ലഭിക്കണം. കാരണം അവർക്ക് കുഞ്ഞുങ്ങളെ ഇനി തിരികെ കിട്ടി അവർക്കൊപ്പം ജീവിക്കാൻ ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും മുത്തച്ഛൻ്റെയൊക്കെ ആഗ്രഹമാണ്. അതുകൊണ്ട് അതിനുള്ളൊരു ഹെൽപ്പ് അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത് കാണുന്ന നിങ്ങളാണ്, പ്രേക്ഷകരാണ് എന്നെ സംബന്ധിച്ച് അധികാരികൾ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ ഒരു വലിയ സപ്പോർട്ട്, ഞാൻ നിങ്ങളെ മാനിച്ചുകൊണ്ടാണ് വിൻ്റർ ഹെവൻ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ നിങ്ങളുടെ ആ ഒരു വലിയ സപ്പോർട്ട് എനിക്ക് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നന്ദി.